ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ മറ്റൊരു ബിഗ് ബോസിന്റെ സീസൺ കൂടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബിഗ് ബോസ് സീസൺ 8ന്റെ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ പലർക്കും ഇതുപോലെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസും ഫേവറേറ്റ് അല്ലാത്ത ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ യോജിപ്പുകളും ഒക്കെ തന്നെ മുന്നോട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഒരു 3 മാസത്തോളം കാലം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് നിറഞ്ഞു നിൽക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പല ആളുകൾക്കും സൈബർ അറ്റാക്കും സൈബർ ഇടത്തിൽ ഒരുപാട് സപ്പോർട്ടും ഒക്കെ കിട്ടാൻ പോകുന്ന അടുത്തൊരു കാലഘട്ടം കൂടിയാണ് സുഹൃത്തുക്കളെ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു അഗ്നി പരീക്ഷയിലോട്ട് തന്നെ നമുക്ക് പോകാം. ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അച്ചോടാ വയ്യാത്തൊരു എപ്പിസോഡ് പോലാണ് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കിനെ തോന്നിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇറ്റുമുള്ളി പിള്ളേരെ വിളിച്ചിട്ട് മറ്റേ ഈ പ്ലേ സ്കൂളിലൊക്കെ നടത്തുന്ന പോലത്തെ ഒരു പരിപാടി പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് വന്നപ്പോഴത്തേക്കിന് സംഭവം കൊള്ളാം. കാര്യം വേറൊന്നുമല്ല, ജഡ്ജസ് ഒറ്റ ആ 3 ആൾക്കാർ കാരണമാണ് ഇവിടെ സംഭവം അത്യാവശ്യം ഒരു ഫയർ സെക്കൻഡ് എപ്പിസോഡിൽ കിട്ടിയേക്കുന്നത്. ഇനി തേർഡ് എപ്പിസോഡിൽ എങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല. ഫസ്റ്റ് എപ്പിസോഡിലുള്ള കാര്യം പറയില്ല, ഭയങ്കര ശോകമായിരുന്നു. ആൻഡ് റിയാസലയും അഖിൽമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുമെന്ന്. ഞാൻ നോക്കുമ്പോൾ രഞ്ജിനി ഹരിദാസ് ഇതിൻ്റെ ഹെഡിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് എന്ത് ഇടയിൽ കാണിക്കുന്നത് ആ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുകയാണ്. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് രണ്ടാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കിന് അത്യാവശ്യം എല്ലാവരും ചാർജ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്നിയറിലൊക്കെ ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ഇന്നിയറിൽ പറയുന്നുണ്ടെങ്കിലും രഞ്ജിനി അഖിൽമാരാർ റിയാസലിയും നിങ്ങളൊരു ഇച്ചിരി ഒന്ന് പവറേഷ് ആവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴും അവർ ആ ഒരു ഇതിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു മീറ്റിംഗ് എല്ലാം വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പരിപാടി എന്താ പോരാ, അഗ്നിപരീക്ഷയാണ്, ഇത് എന്തുവാ ഇത് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കാം. എന്താണെങ്കിലും സെക്കൻഡ് എപ്പിസോഡിലോട്ട് വന്നപ്പോഴത്തേക്കിന് സംഭവം കുറച്ചുകൂടെ അത്ര ഫയർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡ്ജസ് കുറച്ച് നൈസായിട്ടുണ്ട്. ആൻഡ് ഈ ഫസ്റ്റ് ഡേയിൽ ഔട്ട് അയക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, ആദ്യത്തെ ഒരു 20 പേര്, ഇവരുടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ എന്തൊരു അലപ്പറകളാണ്, ഇതൊന്ന് ഓവറാക്കി ചളവാക്കി കുളവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ആയിരുന്നു ഇവരെല്ലാം കൂടെ വന്നിട്ട് കാണിച്ചു കൂടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രോ സോങ് മറ്റേ ലോകത്തിൻ കഥ അറിയാതെ അതൊന്നുമല്ല, ഇവർ ഈ അഗ്നിപരീക്ഷ കിട്ടേക്കുന്ന ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ, എൻ്റെടാവേ എന്ത് ക്രിഞ്ചടാ, കേൾക്കുമ്പോൾ തൊലി വരികയാണ്. ഇതിനകത്തിൽ കുറേ സാധനങ്ങൾ ഭയങ്കര ക്രിഞ്ചി ഫീലാണ് പല സാധനങ്ങൾ കണ്ടപ്പോഴും തോന്നുന്നത്. പിന്നെ ഈ ഏച്ച് കെട്ടിയ മുഴച്ച് നിൽക്കുന്ന പറയുന്ന പോലത്തെ കുറച്ച് സംഭവങ്ങളായിരുന്നു ഈ ഒരു 2 എപ്പിസോഡിൽ എനിക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ ഈ പൂജ എന്ന് പറയുന്ന ഒരു ലേഡി എന്നിട്ട് പറയുന്ന വർത്തമാനമാണ് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഇവരുടെ അടുത്ത് ചോദിച്ചതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റേ പൂജേനെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ഒരെണ്ണത്തിനൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല, എല്ലാം തംസപ്പ് അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലസ് ഓറ പിടിക്കാനൊക്കെ നോക്കിയാൽ, പക്ഷേ ഇവിടെ അതിനുശേഷം രഞ്ജിനി ഹരിദാസിന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. പൂജയുടെ ഓറ -1000 ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിന് പ്ലസ് ആവില്ല, ഇനി ടാസ്കുകൾ ചെയ്യിക്കണം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ ഇത് കഴിഞ്ഞിട്ട് ഔട്ട് ഹൗസിലോട്ടാണ് പിന്നെ പോയിട്ടുള്ളത്. പൂജയ്ക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് പറഞ്ഞോണ്ട് ഏറ്റവും അലമ്പ് ടീംസ് നിങ്ങൾ തന്നെയാണ്. അതങ്ങോട്ട് പൊളിച്ചു. എല്ലാം മറ്റേ അലപ്പറകളായിട്ട് അങ്ങ് കിടക്കുകയായിരുന്നു. ഈ പട്ടിണി കിടക്കുന്നവരുടെ മുന്നിൽ കുറച്ച് കൂട്ടം ആൾക്കാരുടെ മുന്നിലോട്ട് കുറേ ചക്കച്ചവടി കൊണ്ട് ഇട്ട പോലെയാണ് ഇവരെല്ലാം കൂടെ എന്തുവാ ഇത്. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇതിനകത്ത് ജഡ്ജസ് നല്ല ഗെയിം കളിച്ചിട്ടുണ്ട്. ആ വന്നേക്കുന്ന ആൾക്കാരെ കാട്ടി ജഡ്ജസ് അത്യാവശ്യം നൈസായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഇങ്ങോട്ട് ഈ ടാസ്കിൻ്റെ ഇടയിലാണെങ്കിലൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെ ജഡ്ജസ് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി 3 ടീമായിട്ട് ഇവരെ തിരിക്കണമല്ലോ. ആദ്യത്തെ ടീമിൽ പൂജ, പിന്നെ അടുത്തത് രാകേഷ് ജേക്കബ്. ഈ 2 ആളുകളും പറഞ്ഞേക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പൂജ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഈ അഗ്നിപരീക്ഷയെങ്കിലും പാസ്സായിട്ട് വേണം ഈ ഒരു സാധനം പറയാനൊക്കെ ഉണ്ട്. അവിടെയും പൂജയുടെ ഓറ മൈനസ് ആയി പോയി സുഹൃത്തുക്കളെ. അതിനുശേഷം രാകേഷ് ജേക്കബ് പുള്ളിയും പറഞ്ഞു. അതിന് തൊട്ട് പുറകെ തന്നെ വൈശാഖ് വടശ്ശേരി ഇങ്ങേരും വന്ന് പറഞ്ഞു ഞാൻ വിദേശത്തു നിന്നൊക്കെയാണ് വന്നത്, അപ്പം ഇങ്ങേരും കപ്പടിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ പറഞ്ഞേക്കുന്ന അടുത്തൊരു സാധനമുണ്ട്. സീസൺ തൊട്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ.
ഇങ്ങനെ എന്തിനാണ് ഈ അഖിൽമാരാറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ ഇരിക്കുന്ന ജഡ്ജസിനെ പ്രീതിപ്പെടുത്താൻ എന്തിനാണ് ഈ പറയുന്നത്? അതുകൊണ്ട് തന്നെ അവിടെ രഞ്ജിനി ദാസും അഖിൽമാരാറും മണി അടിച്ചു വിട്ടിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കാര്യം. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലാണെങ്കിൽ ഒരു ലേഡി, ഞാൻ പുള്ളിക്കാരുടെ പേര് മറന്നുപോയെ, പുള്ളിക്കാരി നേരെ വന്നിട്ട് രഞ്ജിനി ഹരിദാസ് ചോദിച്ചു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന്. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവർ പറയുന്നത് രഞ്ജിനി ഹരിദാസ് ആണെന്ന്. എന്നാൽ ഇവരെ എഴുതി കൊടുത്തേക്കുന്ന ഒരു ഫോമിനകത്ത് കൊടുത്തേക്കുന്നത് പേളി മാണി എന്ന്. ഇവര് ഈ ഷോയ്ക്ക് അകത്തോട്ട് കയറുന്നതിന് മുന്നേ ആണെങ്കിൽ ഇവരെ കൊണ്ട് ഓരോ ഫോമൊക്കെ എഴുതി കൊടുക്കുന്നതാണ് കാര്യം. ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ജഡ്ജസിനും അവർക്കും ഇടയിൽ ഒരു കോണ്ടന്റ്, ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ഫോമിനകത്ത് എഴുതുന്നത് വെച്ചാൽ. അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് പേളി മാണി എന്നും എന്നിട്ട് നേരിടുന്നപ്പോൾ പറഞ്ഞേക്കുന്നത് രഞ്ജിനി ഹരിദാസ് എന്നും. എന്തൊരു കള്ളിയാണ്! തുടക്കത്തിലെ കുറേ കള്ളികളെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അതിനുശേഷം ഷിജുലാല്, സ്റ്റിനിയ ഫിഗറാഡോ, സോറി ഗൈസ്, ഫിഗറാഡോ അങ്ങനെ എന്തോ സംതിങ് ആണ്, സ്റ്റുഡൻ്റ് ആണ് ഗൈസ്. പുള്ളിക്കാരിയുടെ ഇതുപോലെ മണി അടിച്ചിട്ട് പുള്ളി ഇതുപോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇവരും ഇതുപോലെ കപ്പടിച്ച് കയറുമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. അതിന് കൃത്യമായിട്ടൊരു മറുപടി അഖിൽമാരാർ കൊടുക്കുന്നുണ്ട്. അത് ന്യായം. കാര്യം എന്ന് വെച്ചാൽ ഇവർ അഗ്നിപരീക്ഷയെങ്കിലും പാസ്സാവട്ടെ, എന്നിട്ടല്ലേ അറ്റ്ലീസ്റ്റ് ആ ഒരു ഹൗസിലോട്ടെങ്കിലും കയറിയാലല്ലേ ഇവർക്ക് ഇത്തരത്തിൽ കപ്പടിക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ എവിടെ കിടന്നിട്ട് ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ അത് ഇങ്ങനെ വന്നിട്ട് സത്യം പറഞ്ഞത് റേജ് വെയിറ്റിന് വേണ്ടിയിട്ട് പറയുന്ന പോലത്തെ കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരാൾ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു, പൂജ പറഞ്ഞത് ഓക്കെ, പൂജ ഇച്ചിരി ഓവർ കോൺഫിഡൻ്റ് ആണ്, പൂജ പറഞ്ഞു. അതിൻ്റെ തൊട്ട് പുറകെ പൂജ പറഞ്ഞല്ല, എന്നാൽ പിന്നെ നമ്മളോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറകെ റേജ് വെയിറ്റിന് കയറി പിടിക്കുകയാണ്. പക്ഷേ എല്ലാവരുടെ ഓവർ ഇതുപോലെ മണി അടിച്ച് അവർ മൈനസ് ആക്കിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഇനി അവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കട്ടകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ കട്ടകൾ വെച്ചിട്ടൊരു എന്തെങ്കിലും രൂപമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള, അതായത് ബേസ് ആയിട്ട് മറ്റേ ആ ചുമന്ന ഒരു സംഭവം ഇങ്ങനെ നേരെ നിൽക്കുന്നൊക്കെ, അതാകുമ്പോൾ കുറച്ച് ബാലൻസ് ചെയ്തിട്ട് ഇച്ചിരി പാടാണല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ്. എന്നിട്ട് രൺവീർ ചേച്ചി അല്ല ഈ ടാസ്ക് പേപ്പർ വായിച്ചിട്ടുള്ളത്. മറ്റേ ഒരു പച്ച ഷർട്ടിട്ട മറ്റേ ഗൾഫ് വാല പുള്ളിനെ കൊണ്ടാണ് വായിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് വിജയിച്ചിട്ടുണ്ടായിരുന്ന ഷിജിലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതേ പുള്ളിനെ വിന്നറാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസർ അടിച്ചതിൻ്റെ തൊട്ട് പുറകെയാണ് പുള്ളി ഉണ്ടാക്കി വെച്ച ആ ഒരു രൂപം ഇതുപോലെ തകർന്ന് പൊളിഞ്ഞടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഓറ നഷ്ടപ്പെട്ട വ്യക്തി മറ്റേ ആ ഒരു ഗൾഫ് വാല പച്ച ടീഷർട്ട് അങ്ങനെയാണ്. അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ പുള്ളിയുടെ പേരാ പറയാൻ പോകുന്നത്. പുള്ളിയാണല്ലോ പുള്ളിയാണ് സെറ്റാക്കി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ പുള്ളി വിചാരിക്കും ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം എൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എടാ ആ സമയത്തൊക്കെ പറഞ്ഞടാ നിർഭാഗ്യവശാല് നിങ്ങൾക്കല്ല തൊട്ടപ്പുറത്തേക്കുന്ന ആൾക്കാന്ന്. എന്തൊരവസ്ഥയാണ്! അതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ട് വെച്ചിട്ടില്ലാത്ത ഇടയ്ക്കുന്ന ഈ കട്ടയുണ്ടല്ലോ, അത് ഉണ്ടാക്കി വെച്ച് അങ്ങോട്ടേക്ക് മറിഞ്ഞ് വീണ് പോയേക്കുന്ന ആ രാകേഷ് എന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്കാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് പുള്ളിയുടെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു. അത് സംഭവം മറ്റേ പുള്ളിയുടെ ആ പച്ച ടീഷർട്ട് വാലയുടെ ഇത് ഓക്കെ അല്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്തോ ഒരു ഏതോ കട്ട ഇതിന്റെ ഇടയ്ക്കൊന്ന് കയറ്റി വെച്ചില്ല എന്ന് പറഞ്ഞിട്ടാ. സംഭവം ഒന്നും അല്ലടേ, ഈ പറയുന്ന കണ്ടന്റ് കൊടുക്കാനെ കൊണ്ട് പറ്റണം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര പേരാണ് ബിഗ് ബോസിൽ ഇതുപോലെ ടാസ്ക് കളിച്ചിട്ട് നല്ലതായിട്ട് ടാസ്ക് കളിച്ച് മാത്രം മുന്നോട്ട് പോയിരിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാം കുറേ ഓരോരോ സ്ട്രാറ്റജി എടുക്കും, കുറേ സദാചാരം എടുക്കുന്ന ആൾക്കാരുണ്ട്, ചില ഈ പറഞ്ഞ രേജ് വെയിറ്റിന് വേണ്ടിയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അലറൽ വീരന്മാരും വീരത്തികളായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ PR ഇതൊക്കെ വെച്ചിട്ട് വോട്ടും പിടിച്ച് കയറുന്ന ടീമല്ല. അത് മാന്യമായിട്ട് ടാസ്ക് മാത്രം കളിച്ച് ടാസ്ക് വിൻ ചെയ്ത് ഇങ്ങനെ കയറി വന്നേക്കുന്ന എത്ര പേരുണ്ട്? ഈ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു പേര് അഖിൽമാരാറിൻ്റെയാണ്. ബാക്കി എത്ര പേരാണ് ടാസ്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചത്? ഇവിടെ ടാസ്കും കളിച്ച് വിത്ത് അതിനകത്തുള്ള പെർഫോമൻസ് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും കുറച്ച് ഓണായിട്ട് നിന്ന് അങ്ങനെ നിൽക്കണ്ടേ? മറ്റേ ആ ഒരു പച്ച ഇങ്ങനെ വൺ ശോകമായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ടീം ടാഷി, റിജോ ജോൺസൺ ആൻഡ് റെയ്ബൻ റാഫേൽ, സോന അലക്സ്, ജെറ്റി പി തോമസ്. ഈ ജെറ്റി പി തോമസ് വമ്പൻ കോമഡിയാണ് കേട്ടോ. ഇത് പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് മാരാർജി. ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ മാരാർജി പുലിയാണെങ്കിലും പുറത്തുള്ള കാര്യത്തിൽ മാരാർജി ഒരു കോമാളിയാണ് ഗൈസ്. അതായത് നമ്മുടെ പേരിനെക്കാട്ടില്ല വ്യക്തിത്വം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാരാർജി ഒരു നാഴിക്ക് 40 വട്ടം നിലപാട് മാറ്റി പറയുന്ന നിങ്ങൾക്ക് എന്ത് വ്യക്തിത്വമാണ് എൻ്റെ പൊന്നു എന്നാണെങ്കിലും ജെറ്റി പി തോമസ് കഴിഞ്ഞിട്ട് അളകനന്ദ ആൻഡ് ഷാമോൻ ഷാജഹാൻ. പക്ഷേ ഈ ഷാമോൻ ഷാജഹാൻ പുള്ളി ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. പുള്ളി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനം ഇങ്ങോട്ട് വെക്കാം. ആംബുലൻസ് ഡ്രൈവേഴ്സ് ഹീറോസ് തന്നെയാണ്.
പക്ഷേ നമ്മളായിട്ട് തന്നെ അത് സ്വയം വിളിച്ച് പറയുമ്പോഴത്തേക്കിന് എന്തോ എനിക്കൊരു കല്ലടിക്കുന്ന ഫീല് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിൽ ഇവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മുളങ്കമ്പ് ഇങ്ങനെ കൈ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെണ്ടക്കാരനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചെണ്ടക്കാരൻ കൊട്ടി വന്നിട്ട് അവിടെ എല്ലാവരും നിന്ന് തുള്ളിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പരിപാടി ഒന്ന് ഓണാക്കാനെ കൊണ്ടുള്ള രീതി എല്ലാവരും ഇതിനകത്ത് ഇന്നാണെന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ക്രിഞ്ചി ഫീലാണ്. ഒരു നാച്ചുറാലിറ്റി വേണമല്ലോ, ഒരു ഒഴുക്കിൽ പോകണ്ടേ ആ ഒരു ഷോ. ആ ഒരു ഒഴുക്ക് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ പറയുന്ന പോലെ തന്നെ ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കുന്നു പറയുന്ന പോലെ അങ്ങനെ ഒരു ക്രിഞ്ചി ഫീലാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ ചെണ്ടക്കാർ ഇങ്ങനെ ചെണ്ട അടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുത്തിക്കൊണ്ട് ഇങ്ങനെ ചാടി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ചെണ്ട നിൽക്കുന്ന സമയത്തേക്കിന് പെട്ടെന്ന് ഇത് ഇവിടെ വിട്ടിട്ട് തൊട്ടപ്പുറത്തോട്ട് പോയിട്ട് വലത്തെ സൈഡിലോട്ട് മാറിയിട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ആ സാധനം നമ്മളിതിങ്ങനെ പിടിക്കണം. അപ്പോൾ അയാൾ അത് വിടുമല്ലോ. അതാണ് ടാസ്ക്. ഇത് മറ്റേ നമ്മളില്ലേ കസരകളിയില്ലേ, ആ കസരകളിയുടെ വേറൊരു വെർഷൻ കുറച്ചുകൂടെ മുള പിടിച്ചിട്ട് ഇത് കാണിക്കുമ്പോൾ അങ്ങനെ ആക്കി എന്നുള്ളതേ ഉള്ളൂ. കാര്യം കസരകളി അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് എന്തോന്നറിയാം അംഗനവാടി പിള്ളേരുടെ പരിപാടിയാണോ എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കില്ല. അതുകൊണ്ട് കുറച്ച് മുള പിടിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവരെൻ്റെ പൊന്നടാവേ ഇവർ ഇതിൻ്റെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും വഴക്കും. അത്രയേ ഉള്ളൂ. ആ എല്ലാം അതിനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു മര്യാദയില്ല. എന്തൊരു അലപ്പറകളാണ്, എന്തൊരു ഇതാണ്, റേജ് ബൈറ്റ് ആണ്, പക്ക റേജ് ബൈറ്റ് ആണ്. അവിടെ നിന്നിട്ട് കിട്ടിയേക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതങ്ങ് അങ്ങ് എങ്ങനെയൊക്കെ മാക്സിമം അതിനകത്തുനിന്ന് ആരാൾ ശ്രദ്ധിച്ചിട്ട് വരാമോ അങ്ങനെയൊക്കെ കൊണ്ടാണ് അവർ ശ്രമിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. കാര്യം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് അവർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ എന്തുവാ ഇത്? ഇതിൻ്റെ ഇടയ്ക്ക് ആ ജഡ്ജസ് അവിടെ ഇരിക്കുകയാണ്. ജഡ്ജസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് അവരെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കാണ്. അത്രേ ഉള്ളൂ മാനർജി. പറഞ്ഞു വിടും എല്ലാണത്തിനും. പറഞ്ഞ ഒരു മര്യാദ ഇല്ലെന്ന്, കേൾക്കത്തില്ലെന്ന്. എന്തൊരു പിള്ളേരാ ഇത്. അത്രേ ഉള്ളൂ. ഫയർഡ് ഓറഞ്ചിന് ഒരു ദിവസം പിന്നെ അല്ല. എന്താണെങ്കിൽ ഈ ഒരു ടാസ്കിൽ വിൻ ചെയ്തേക്കുന്നത് ടാഷിയും ജെറ്റി തോമസ് ഇവർ രണ്ടാണ് ഫൈനലായിട്ട് വന്നിട്ടുള്ളത്. അതായത് കസര കളിക്ക് അവസാനം വരെയുള്ള 2 ആൾക്കാർ, അതുപോലെ വന്നേക്കുന്ന ഈ 2 ആൾക്കാരായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വിൻ ചെയ്തേക്കുന്ന പ്രഥമ ദൃഷ്ടിയാൽ ജെറ്റി തോമസ് ആയിരുന്നു. എന്നാൽ ജെറ്റി തോമസ് അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു. അതിൻ്റെ റീപ്ലൈ അവർ കാണിക്കുന്നുണ്ട്. അതെന്നാ മര്യാദകേടാ ജെറ്റി തോമസ് കാണിച്ചത്. സംഭവം കൊള്ളാം, ഗെയിം കളിച്ചാണ്, 2 പേരുടെയും ഗെയിം കളിച്ചത് നൈസ്. അത് രഞ്ജിനി ഹരിദാസ് പറയാൻ നമുക്ക് കേൾക്കാം. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ തന്നെ നൈസായിട്ട് തന്നെയാണ് കളിച്ചത്. പക്ഷേ ജെറ്റി തോമസ് കാണിച്ചിരിക്കുന്ന ഒരു മര്യാദയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് തറയിലോട്ട് ഇട്ടു. അതെന്തൊരു പരിപാടിയാണ്. ഇപ്പം ഈ സാധനം ഇങ്ങോട്ടേക്ക് മാറ്റിക്കോ, വിഷയമില്ല. ഒരു ഇത്തിരി ഫെയർ ഒക്കെ കാണിക്കും. തുടക്കമല്ലേ ഇത്, ഈ സമയത്ത് നിങ്ങൾ നാല് ചോക്ക് തുടക്കത്തിലേ കയറി വന്നിട്ട് ഇതുപോലെ ആകെ 1-2 കുറച്ച് ദിവസത്തെ എപ്പിസോഡ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. ഈ എപ്പിസോഡിനകത്തു നിന്ന് ഇവരെ കുറച്ച് പേര് അധികം ചിലപ്പോൾ ഈ ഒരു വിസിബിലിറ്റി ഉള്ള ആൾക്കാരല്ല, പക്ഷെ അങ്ങോട്ടേക്ക് വന്നൊരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈ ഫുൾ അപരാധം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ആൾക്കാർക്കിടയിലോട്ട് ഇത് പോയി കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങി വരുമ്പോൾ അതിൻ്റെ ബാക്കി ഇവർ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അയ്യോ ഗായ്സ് എന്നെ ആൾക്കാർ അങ്ങനെ പറയുകയാണ് ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോഴത്തേക്കിന് ജസ്റ്റ് യൂസ് യുവർ ബ്രെയിൻ ബ്രോ. ജെറ്റി തോമസ് അതിനകത്തും ഒരു ഗെയിം കളിക്കാൻ നോക്കിയതാണ്. അതായത് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസോടെ തരട്ടെ എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു വേണ്ട കാര്യം ജെറ്റി തോമസ് ഞാൻ ജയിച്ചല്ലോ എന്നുള്ളൊരു മൂഡിലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് നേരെ രജനി ദാസ് പറഞ്ഞു എന്താണെങ്കിലും നിങ്ങളൊരു ഫെയർ ആയിട്ടുള്ള ഗെയിം അല്ല കളിച്ചത്, അതുകൊണ്ട് മറ്റേ ടാഷിക്കാണ്. കാര്യം ജഡ്ജസ് ഇവിടെ നല്ല ഗെയിം കളിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഓക്കെ ടാഷിക്ക് ജെറ്റി തോമസിന് തന്നെയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒരു എന്നൊരു ഫീലേ ഉള്ളൂ. പക്ഷേ നേരെ ടാഷ് കൊടുക്കുമ്പോഴത്തേക്കിനെ ഗെയിം ട്വിസ്റ്റ് ചെയ്തു, തൊട്ട് ഇപ്പുറത്തോട്ട് മാറ്റി. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ഗെയിം കൊടുത്തു. കാര്യം ഈ ജെറ്റി തോമസിന് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ എവിക്റ്റ് ആക്കാം, മീൻസ് ഔട്ട് ഹൗസിലോട്ട് പറഞ്ഞു വിടാനെ കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ആൾക്ക് കൊടുക്കുന്നുണ്ട്. ജെറ്റി തോമസിന്റെ ഓറ പിന്നെ മൈനസ് ആയി സുഹൃത്തുക്കളെ. ഇനി ഇത് കഴിഞ്ഞിട്ട് താണ്ട് ഈ നിൽക്കുന്ന പിങ്ക് ഇട്ടേക്കുന്ന ഈ ഒരു ലേഡീനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജെറ്റി തോമസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നു ന്യായീകരണമേ, അത് പിന്നെ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, പിന്നെ ഫ്രണ്ടിനെയൊക്കെ ഇതുപോലെ മറ്റേ പിന്നീന്ന് കുത്തുന്ന പരിപാടിയല്ലോ ചെയ്യുന്നത്. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അതുകൊണ്ട് ഔട്ടേഴ്സിൽ പോയിരിക്കട്ടെ അത്. അപ്പം ഇവിടെ എന്തിനാണ് ഇങ്ങനെ പ്ലീസിങ് ചെയ്തത്, എന്തിനാണ് ജസ്റ്റിഫൈ ചെയ്തതെന്നുള്ള ഇവിടെ ചോദിക്കുന്നുണ്ട്.
അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് JTB തോമസ് ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇതിനെ? ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ടീമിലോട്ട് പോകാം. നിതിൻ എസ് ദാസ് ആൻഡ് പ്രവീൺ മോഹൻ ആൻഡ് അഫിയാനാസ് പുള്ളിക്കാരി. ആൻഡ് എനിക്ക് പുള്ളിക്കാരിനെ പറ്റിയിട്ട് പറയാനുള്ളത്, പുള്ളിക്കാരി ഡോണ്ട് റിസർവിങ് ദിസ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പറയുന്നത് കേട്ടോ. നാളത്തെ രഞ്ജിനി ഹരിദാസോ റിയാസ് സലീമോ അഖിൽ മാരാറോ ആവാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഓൾറെഡി അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം ഈ ആൾക്കാരെയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി എന്തിനാണ് അതുപോലെ ഒരാൾ? കുറച്ച് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് അഫിയനാസ് എന്ന് പറയുന്ന ഒരു പുതുമയുള്ള ഒരാളെ കാണാനെ കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴത്തേക്കിന് ഇവർ നേരെ പറയുകയാണ് എനിക്ക് രഞ്ജിനി ഹരിദാസിനെ പോലെ ഇവരെ പോലെ ഇവരെ പോലെ ആവാനാണെങ്കിൽ അവരെ പോലെ അവരിവിടെ ഉണ്ട്, നിങ്ങളെ പോലെ ആകും. സ്വന്തമായിട്ട് ഇവർക്ക് ഇവരെ പോലെ ആവാനെ കൊണ്ട് പറ്റാത്ത ഒരാളാണ് മറ്റൊരാളെ പോലെ ആവാൻ വേണ്ടിയിട്ട് ഈ ഹൗസിലോട്ട് വരുന്നത്. അങ്ങനെ ഒരാൾ ഒരിക്കലും ഈ ഒരു ഷോക്ക് ഡിസർവിങ് അല്ല അല്ലേ? ഇനി അടുത്ത ലൊലിറ്റ, ലൊറീൻ റോഡ്രിഗസ്, ഷിൻജിത് ബാബു ആൻഡ് ശ്യാം ഷാജി. ഈ ശ്യാം ഷാജിയുടെ അടുത്താണെങ്കിൽ നമ്മുടെ മാരാർജി ഒരു സാധനം ചോദിക്കണുണ്ടേ. മാരാർജിക്ക് ഇല്ലാത്തത് എന്താണോ അതിന്റെ പേരാണ് നിലപാട്. അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്റെ പൊന്നളിയാ. ഉറച്ചു നിൽക്കണോന്നേ ഗൈസ്. ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാരാർജിന്റെ ജനകീയ കോടതിയിലുള്ള സംഭവം. എൻ്റെ പൊന്നോ, ഇത് പോയി കാണണം, അപ്പം മനസ്സിലാവും മാരാർജിയുടെ നിലപാട് എന്താണെന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് ഇവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിൽ മൊത്തം കുറേ ഈ പേപ്പർ, ഓരോ കളർ പേപ്പറുകൾ ഇങ്ങനെ പറക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഇവർ മറ്റേ ഈ സ്ട്രോ വെച്ചിട്ട് വലിച്ച് ഊതിയെടുത്ത് ഇവരുടെ മറ്റേ ബൗളിനകത്ത് കൊണ്ടിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് അടുത്തൊരു ടാസ്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആരാണോ കൊണ്ടിരുന്നത് അവരാണ് വിന്നർ ആവുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ജഡ്ജസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ബോളിനകത്ത് അവരേതാണോ ചൂസ് ചെയ്തേക്കുന്ന കളർ. ഇപ്പോൾ പിങ്ക് ആണ് അവർ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് മാത്രമേ അവർക്ക് അവരുടെ ഇതിനകത്ത് കൊണ്ടിടാൻ പറ്റുള്ളൂ. മഞ്ഞയാണെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ മഞ്ഞ ഇടേണ്ടുന്ന സ്ഥാനത്ത് ഒരു പിങ്ക് പോയി വീണ് കഴിഞ്ഞാൽ ആ സാധനത്തിനകത്ത് ഫെയിലാകും. അങ്ങനത്തെ ഒരു സീനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാവരും ഈ ഒരു ടീം മാത്രം നല്ല ഫെയർ ആയിട്ടാണ് ഇവിടെ ഗെയിം കളിച്ചത്. പക്ഷേ ഇതിനകത്ത് മാരാർജി ഇവരെല്ലാം ഇരുന്ന് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തിട്ട് ഇതാണ് എന്നുള്ള ഇതിൽ ഗെയിം പിന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനെ കൊണ്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കാര്യം അവിടെ നിന്ന് ഗെയിം ട്വിസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഇതുപോലെ ഉടായിപ്പിക്കേഷൻ കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയി എപ്പിസോഡിനുള്ള അടുത്തൊരു കണ്ടന്റ് അതിനുവേണ്ടി ജഡ്ജ് ശ്രമിക്കും. എനിക്ക് തോന്നുന്നു ഇന്നേറെ കൊടുത്തിട്ടുണ്ടായിരിക്കും മാരാർജി, രഞ്ജിനി, റിയാസ് ജി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഷ്ടം കൊണ്ട് കേട്ട് ജി, ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. വാട്ട് എവർ എന്താണെങ്കിലും ഇതിനകത്ത് ജയിച്ചിട്ടുള്ളത് ലൊലീറ്റയാണ്. ഒപ്പം തന്നെ ശ്യാം ഷാജി, ഇവർ രണ്ടുപേരും ജയിച്ചിട്ടുണ്ടായിരുന്നു. ലൊലീറ്റയെ സൈലന്റ് കില്ലർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെയായിരുന്നു ഈ ഒരു എപ്പിസോഡിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. ജഡ്ജസ് ഇതിനകത്ത് ഓവറാക്കിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജഡ്ജസ് ഇതിനകത്ത് നൈസായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് മീറ്ററിലാണ് നിന്നത്. കുറച്ചുകൂടെ ഇവരായിട്ട് അങ്ങ് പൂജങ്ങണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കിടന്നങ്ങോട്ട് വരകട്ടെ അല്ലേ? പിന്നെ ഇതിനകത്ത് അവിടെ വന്നേക്കുന്ന ഇത്രയും കണ്ടസ്റ്റൻസും കഴിഞ്ഞ ദിവസം ഇവർ ഔട്ടായി പോയി എന്നുള്ള ആ ഒരു ഇതിൽ ഇന്നായതുകൊണ്ടായിരിക്കാം, വീണ്ടും ഉള്ളിലോട്ട് വന്നുകൊണ്ടായിരിക്കാം ഈ ഒരു സംഭവങ്ങളെ കാണിക്കുന്നത്. പക്ഷേ റേജ് വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതിലെല്ലാം ഇവരുടെ ഓറ മൈനസായി പോവുകയാണ്. എന്താണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എന്താ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശരി.